ഓട്ടോമൊബൈൽ സെക്ടറിലെ ശ്രദ്ധേയമായ മിഡ്ക്യാപ് കമ്പനികളിൽ ഒന്നായ ഷാഫ്ലർ ഇന്ത്യ ലിമിറ്റഡ് 2025 സാമ്പത്തിക വർഷത്തിനായി രൂപയുടെ അന്തിമ ലാഭവിഹിതം പ്രഖ്യാപിച്ചതിലൂടെ ഇൻവെസ്റ്റർമാരുടെ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 1400% ലാഭവിഹിത വർധനവാണ് കമ്പനിയുടെ വിശ്വാസ്യതയും ശക്തമായ വളർച്ചയുമാണ് പ്രകടമാകുന്നത്. സ്ഥിരമായ വരുമാനമോ ഡിവിഡൻഡ് റിട്ടേണോ ലക്ഷ്യമിടുന്ന നിക്ഷേപകർക്ക് ഇത് വലിയ അവസരമായി മാറുന്നു. സ്റ്റോക്കിന്റെ വിശദാംശം നോക്കാം. ഷാഫ്ലർ ഇന്ത്യ ലിമിറ്റഡ് 47,549 കോടി വിപണി മൂലധനമുള്ള ഷാഫ്ലർ ഇന്ത്യ ഓട്ടോ ഘടക മേഖലയിലെ ഒരു മുൻനിര കമ്പനിയാണ്. ഓട്ടോമോട്ടീവ് വ്യാവസായിക ആപ്ലിക്കേഷനുകൾക്കായി ഉയർന്ന കൃത്യതയുള്ള ഘടകങ്ങളും സിസ്റ്റങ്ങളും കമ്പനി രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്നു. ശക്തമായ ആഗോള സാങ്കേതികവിദ്യയുടെയും നവീകരണത്തിന്റെയും പിന്തുണയോടെ ഷാഫ്ലർ ഇന്ത്യ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് മേഖലയിലെ ഏറ്റവും വിശ്വസനീയമായ പേരുകളിൽ ഒന്നായി തുടരുന്നു. ഷാഫ്ലർ ഇന്ത്യ ലിമിറ്റഡ് ഉയർന്ന കൃത്യതയുള്ള റോളർ, ബോൾ ബെയറിംഗുകൾ, എഞ്ചിൻ സിസ്റ്റങ്ങൾ, ട്രാൻസ്മിഷൻ ഘടകങ്ങൾ, ഷാസി ആപ്ലിക്കേഷനുകൾ, ക്ലച്ച് സിസ്റ്റങ്ങൾ, അനുബന്ധ മെഷീൻ ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയുടെ വികസനം, നിർമ്മാണം, വിതരണം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ടെക്നിക്കൽ പെർഫോമൻസ് നോക്കാം. 1 ഇയർ -3.41%, 2 ഇയർ 3.47%. ഷെയർ ഹോൾഡിംഗ് പ്രൊമോട്ടർ 74.13%, FII 4.49%, DII 16.06%, പബ്ലിക് 4.34%. ഇമ്പോർട്ടന്റ് റേഷ്യോസ്: നെറ്റ് പ്രോഫിറ്റ് 977.67, എർണിംഗ് പെർ ഷെയർ 62.6, ROE 18.16. ബിസിനസ് പ്രകടനം: ഷാഫ്ലർ ഇന്ത്യ 2024 ഡിസംബർ പാദത്തിൽ മികച്ച ബിസിനസ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 378 കോടി രൂപയായി കഴിഞ്ഞ വർഷത്തെ 328 കോടി രൂപയിൽ നിന്ന് മികച്ച വർധനവാണ് ഉണ്ടായത്. അതുപോലെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് 296 കോടിയിൽ നിന്ന് 339 കോടിയായി, അറ്റാദായം 217 കോടിയിൽ നിന്ന് 249 കോടിയായി ഉയർന്നു. കമ്പനി ഇതുവരെ 2025 4ാം പാദഫലങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും പുതിയ ബിസിനസ് വിജയങ്ങളാൽ തുടർച്ചയായി മികച്ച പ്രകടനം ഉണ്ടാക്കുകയാണ്. ഡിവിഡൻഡ് പ്രഖ്യാപനവും ചരിത്രവും: ഷാഫ്ലർ ഇന്ത്യ 2025 സാമ്പത്തിക വർഷത്തേക്കായി 2 രൂപ മുഖവിലയുള്ള ഓഹരിക്ക് 28 രൂപയുടെ 1400% അന്തിമ ലാഭവിഹിതം പ്രഖ്യാപിച്ചു. റെക്കോർഡ് തീയതി 2025 ഏപ്രിൽ 23 ആണെന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി തത്സമയമായി കമ്പനി ഉയർന്ന ലാഭവിഹിതം നൽകി. 2024-26, 2023-24. അതിലൂടെ പ്രതിഫലം നൽകുന്നതിൽ ഷാഫ്ലറിന്റെ കൃത്യമായ ദൗത്യം വ്യക്തമാവുന്നു. സ്റ്റോക്ക് പ്രൈസ് മൂവ്മെന്റ് ആൻഡ് റിട്ടേൺസ്: 2025 ഏപ്രിൽ 11 ഷാഫ്ലർ ഇന്ത്യ ഓഹരി 3042 ക്ലോസ് ചെയ്തെങ്കിലും ആഴ്ചയിലെ 2.05% നേട്ടം ലഭിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഓഹരി 7% ഇടിഞ്ഞുവെങ്കിലും ദീർഘകാലത്തിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 21%, 3 വർഷത്തിൽ 83%, 5 വർഷത്തിൽ 292% വരുമാനം നേടിയ ഈ ഓഹരി ഒരു മൾട്ടിബാഗർ സ്റ്റോക്കായി മാറിയിരിക്കുകയാണ്. മാർക്കറ്റ് കമ്പാരിസൺ: പുതിയ ഫലങ്ങൾ പുറത്തുവന്ന ഫെബ്രുവരി 28 ഓഹരി 3160 എത്തിയത് 3% നേട്ടമായിരുന്നു. എന്നാൽ അടുത്തിടെ മാർക്കറ്റ് സെൻസിറ്റിവിറ്റിയുടെ ഭാഗമായി 7% ഇടിവ് നേരിട്ടിട്ടുണ്ടെങ്കിലും നിഫ്റ്റി 50-നേക്കാൾ കുറച്ചധികം നഷ്ടമാണ് ഈ സ്റ്റോക്ക് നേരിട്ടത്. അതിനാൽ ഷോർട്ട് ടേം വോളറ്റിലിറ്റി ഉള്ളതായിരിക്കും, പക്ഷേ ലോങ് ടേം പോസിറ്റീവ് ട്രാക്കാണ് ഇപ്പോഴും കാണുന്നത്. പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ: ഷാഫ്ലർ ഇന്ത്യ പ്രധാനമായും പ്രിസിഷൻ എഞ്ചിനീയറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നു. ഇമൊബിലിറ്റി, പവർ ട്രെയിൻ, ഷാസി സൊല്യൂഷനുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ, അത്യുഗ്രൻ കൃത്യതയുള്ള ഘടകങ്ങൾ, ബെയറിംഗുകൾ എന്നിവയും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. ഓട്ടോമോട്ടീവ്, ഇൻഡസ്ട്രിയൽ മേഖലകളിലായി വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾക്കായി പരിഹാരങ്ങൾ ഒരുക്കുന്നു. ഷാഫ്ലർ ഇന്ത്യയ്ക്ക് ഇന്ത്യയിലുടനീളം 4 നിർമ്മാണ പ്ലാന്റുകൾ, 3 ഗവേഷണ വികസന കേന്ദ്രങ്ങൾ, 8 സെയിൽസ് ഓഫീസുകൾ എന്നിവയുണ്ട്. ഈ സാന്നിധ്യം കമ്പനിക്ക് വിപണിയിലെ വിശ്വാസ്യതയും കൺട്രി വൈഡ് ആക്സസും നൽകുന്നു. ഷാഫ്ലർ ഇന്ത്യ എജിയുടെ ഭാഗമായുള്ള ഈ ജർമ്മൻ മൾട്ടിനാഷണൽ ആഗോളതലത്തിൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് എഫിഷ്യൻസിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. മൂവിംഗ് ആവറേജ് 50, 100, 200.
കൺക്ലൂഷൻ. ഷാഫ്ലർ ഇന്ത്യ ഓട്ടോമോട്ടീവ്, വ്യാവസായിക, ഇമൊബിലിറ്റി മേഖലകളിൽ ശക്തമായ സാന്നിധ്യം പുലർത്തുന്ന ഉയർന്ന ഗുണമേന്മയുള്ള പ്രിസിഷൻ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ നൽകുന്ന കമ്പനിയാണ്. അവസാന പാദ ഫലങ്ങൾ വളരെ കരുത്തുറ്റവയായിരുന്നു. വരുമാനത്തിൽ, ലാഭത്തിൽ, ഓപ്പറേറ്റിംഗ് മാർജിനിൽ എല്ലാ മേഖലയിലും വളർച്ചയുടെ വ്യക്തമായ അടയാളങ്ങൾ കാണപ്പെട്ടു. 1400% എന്ന് പ്രതീക്ഷിച്ച അന്തിമ ലാഭവിഹിതം ഓഹരി ഉടമകളോട് കമ്പനി പുലർത്തുന്ന ദീർഘകാല പ്രതിബദ്ധതയും സാമ്പത്തിക കരുത്തും സൂചിപ്പിക്കുന്നു. ഡിവിഡൻഡ് പറ്റിയ ആകർഷക റെക്കോർഡ്, വിപണിയിൽ ഉണ്ടായ ഇടവേളകൾക്ക് ശേഷം വരുന്ന പുതുക്കപ്പെട്ട വില, അതിനൊപ്പം തന്നെ ശക്തമായ ഫണ്ടമെന്റൽസ്. നിലവിലെ വില കുറയലുകൾ ഉയർന്ന പ്രവൃത്തി നൽകുന്ന എൻട്രി ഓപ്പർച്യൂണിറ്റി ആകാമെന്നും ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മികച്ച ഒരു നിക്ഷേപ ഓപ്ഷൻ ആയിരിക്കും. ഓഹരികൾക്കുറിച്ചും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയുമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതുമയുള്ള മാർക്കറ്റ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.